ഹലോ, പനീറും ഗ്രീൻ പീസും കൂടെ ചേർത്ത് പനീർ മട്ടർ മസാല കറിയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് ഒരു 400 ഗ്രാംസ് പനീർ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത്, അരക്കപ്പ് ഗ്രീൻ പീസ്, ഒരു 2 മീഡിയം സവാള കട്ട് ചെയ്തത്, ഒരു 2 പഴുത്ത തക്കാളിയുടെ പ്യൂറേ, ഒരു ടീസ്പൂൺ തൈര്, ഏലക്ക പട്ട ഗ്രാമ്പ്, അല്പം ജീരകവും കൂടി, ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത്. ഇനി ഞാനൊരു 10 ബദാമും കാഷ്യൂ നട്ട്സും ചെറു ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി വെച്ച് നമ്മുടെ നോർമൽ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായി വഴന്ന് വരുമ്പോഴത്തേക്കും ഇനി മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 1 ടീസ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കാഷ്യൂ ബദാം പേസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ മിക്സിയുടെ ജാർ കഴുകി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു മിക്സ് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആദ്യം ഞാൻ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു മിക്സ് കൊടുക്കാം. ഇനി അടച്ചു വെച്ചൊരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ജെൻ്റലായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു 5 to 7 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ഏകദേശം ആയിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം കസൂരി മേത്തി ലീവ്സ്, പിന്നെ ഫൈനലി മല്ലിയില ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട്. അത്രയേ ഉള്ളൂ. നമ്മുടെ പനീർ മട്ടർ മസാല കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ്. ബൈ.